നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് ഇനി 6 നാൾ. കുന്നംകുളത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ സെറ്റിംഗ് നടന്നു. സ്ഥാനാർത്ഥികൾ അവരുടെ പേരുകൾ, ചിഹ്നങ്ങൾ തുടങ്ങിയവ സജ്ജീകരിച്ചു. വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്നത് ടൗൺ ഹാളിലെ സ്ട്രോങ് റൂമിൽ പോലീസ് കാവലിൽ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തിളക്കമാർന്ന വിജയം നേടുമെന്നും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. സാമ്പത്തിക ഞെരുക്കം ഉണ്ടായിട്ട് പോലും മുമ്പെങ്ങുമില്ലാത്ത വിധം തദ്ദേശ സ്ഥാപനങ്ങളിലും സർക്കാർ തലത്തിലും വലിയ വികസനം കൊണ്ടുവരാൻ ഇടതുപക്ഷത്തിനായിട്ടുണ്ടെന്ന് മന്ത്രി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്തിന്റെ 15 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെ നിർമ്മാണത്തിൽ അപാകതയും അഴിമതിയുമുള്ളതായി കോൺഗ്രസ്. ടോയ്ലറ്റിന്റെ സീലിംഗ് അടർന്നു വീണതാണെന്നും അപാകത മറച്ചുവെക്കുവാൻ വിദ്യാർത്ഥികളെ പ്രതികളാക്കുവാനുള്ള ശ്രമം നടത്തുന്നതായും കോൺഗ്രസ് നേതൃത്വം. കുന്നംകുളം കീഴൂർ പൂരത്തിനിടെ സംഘർഷം. പോലീസ് ലാത്തിവീശി 2 വിഭാഗം കമ്മിറ്റികളാണ് ഏറ്റുമുട്ടിയത്. ആനകളെ എഴുന്നള്ളിപ്പിൽ അണിനിരത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കം ഉണ്ടായത്. പോളിംഗ് ബൂത്തിലേക്ക് ഇനി 6 നാൾ. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തിളക്കമാർന്ന വിജയം നേടുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. കുന്നംകുളത്ത് LDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തിയതായിരുന്നു മന്ത്രി. സാമ്പത്തിക ഞെരുക്കം ഉണ്ടായിട്ട് പോലും മുമ്പെങ്ങുമില്ലാത്ത വിധം തദ്ദേശ സ്ഥാപനങ്ങളിലും സർക്കാർ തലത്തിലും വലിയ വികസനം കൊണ്ടുവരാൻ ഇടതുപക്ഷത്തിനായിട്ടുണ്ട്. നാട് കണ്ടറിഞ്ഞ വികസനത്തിന് ജനം നിറഞ്ഞ പിന്തുണ നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ, ഹോളിക്രോസ് ദേവാലയങ്ങളിൽ മന്ത്രി സന്ദർശനം നടത്തി. കുന്നംകുളം നഗരസഭ 25-ാം വാർഡ് ആർത്താറ്റ് ഈസ്റ്റ് LDF സ്ഥാനാർത്ഥി സുജ ജെയ്സൺ, അഖിൽ സ്റ്റാൻലി ജോൺ, ജോജി MV, ഷാജൻ മാസ്റ്റർ, പ്രേംരാജ് ചുണ്ടിലാത്ത്, സുജ ജെയ്സൺ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. തുടർന്ന് ആർത്താറ്റ് കിഴക്കുമുറിയിൽ നടന്ന കുടുംബയോഗത്തിലും അദ്ദേഹം സംസാരിച്ചു. ജനാധിപത്യ കേരളത്തിന് തികച്ചും അപമാനകരമായിട്ടുള്ളൊരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു ജനപ്രതിനിധി എന്തായിക്കൂടാ എന്നുള്ളതിൻ്റെ വളരെ വലിയ ഉദാഹരണമാണ്. സ്വന്തം പാർട്ടിയുടെ പ്രതിനിധികളെ പോലും സൈബർ ആക്രമണത്തിന് വിധേയമാക്കി, പാർട്ടി നേതാക്കളെ പോലും, തങ്ങൾക്കെതിരായി പറയുന്ന എല്ലാ പാർട്ടി നേതാക്കളെ പോലും സൈബർ ആക്രമണത്തിന് വിധേയമാകുന്ന ഒരു സംഘത്തെ കൂട്ടി അവസാന നിമിഷം വരെ പീഡനത്തിൽ പ്രതിയാണ് എന്ന് ബോധ്യപ്പെടുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം ഉണ്ടായിട്ടുള്ള ജനപ്രതിനിധി കൂടിയായിട്ടുള്ളൊരു പ്രതിയെ സംരക്ഷിച്ചു എന്നുള്ളതിൻ്റെ ചരിത്രത്തിലായിരിക്കും കോൺഗ്രസ് രേഖപ്പെടുത്തുക. ഏതു മിനിറ്റിലും അറസ്റ്റ് ഉണ്ടാകും എന്നുള്ളത് പേടിച്ചുകൊണ്ട് നടത്തിയ കേവല ഏർപ്പാട് തന്നെയാണ്. എന്തിനേറെ പറയുന്നു, കോൺഗ്രസിൻ്റെ പാലക്കാട് നഗരസഭയിലെ സ്ഥാനാർത്ഥികൾ നിർണയിച്ചത് പോലും അദ്ദേഹം തന്നെയാണ് എന്ന് സമ്മതിക്കേണ്ടി വന്ന ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസ്. ജനാധിപത്യ മൂല്യബോധത്തിനും രാഷ്ട്രീയ പ്രവർത്തനത്തിനും തികച്ചും എതിരായിട്ടുള്ള ഈ നടപടിക്രമം ശക്തമായി എതിർക്കപ്പെടേണ്ടതാണ്. ഗുരുവായൂർ നഗരസഭയിൽ LDFന്റെ പ്രകടന പത്രിക പുറത്തിറക്കി. തുടർഭരണം ലക്ഷ്യമിട്ടുള്ള സമഗ്രമായ വികസന പദ്ധതികളാണ് പ്രകടന പത്രികയിൽ മുന്നോട്ട് വയ്ക്കുന്നത്. പടിഞ്ഞാറേനട റോഡ് വികസനം, പടിഞ്ഞാറേനട ബസ് ബേ, തിരുവങ്കിടം അടിപ്പാത, ദേശീയപാതയിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പുതിയ റോഡ്, കമ്പിപ്പാലത്ത് മാർക്കറ്റ് സമുച്ചയം, മഞ്ജുളാൽ ഷോപ്പിംഗ് കോംപ്ലക്സ് നവീകരണം, ഹെലിപാഡ്, മാജിറയിൽ മെക്കാനൈസ്ഡ് ബഹുനില പാർക്കിംഗ് സൗകര്യം, മാവിൻചുവട് റോഡ് വികസനം, ചിൽഡ്രൻസ് പാർക്ക് നവീകരണം, അഴുക്കുചാൽ നവീകരണം എന്നിങ്ങനെ നീളുന്നു അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ. തെരുവുനായ പ്രശ്നപരിഹാരം, എല്ലാവർക്കും തൊഴിലിനായി ലേബർ ബാങ്ക്, ഭിന്നശേഷി സൗഹൃദ നഗരം, ടൂറിസം വികസനം, തെരുവു വിളക്കുകൾ പൂർണ്ണമായും സൗരോർജ്ജമാക്കൽ തുടങ്ങി നിരവധി പദ്ധതികളും പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇരിങ്ങപ്പുറത്ത് സ്പോർട്സ് കോംപ്ലക്സ്, വാർഡിൽ ഒരു കളിയിടം, സാംസ്കാരിക നിലയത്തിലെ സ്പോർട്സ് കോംപ്ലക്സ് നവീകരണം, നഗരസഭാതലത്തിൽ സ്പോർട്സ് കൗൺസിൽ, ചാവക്കാട് സ്കൂളിനെ സോക്കർ സ്കൂളാക്കി മാറ്റൽ, സ്വിമ്മിംഗ് പൂൾ നിർമ്മാണം എന്നിങ്ങനെ നീളുന്നു കായിക മേഖലയിലെ പദ്ധതികൾ. കാർഷിക രംഗത്തും സ്ത്രീ ശാക്തീകരണം, സാമൂഹ്യക്ഷേമം, വിദ്യാഭ്യാസം, ആരോഗ്യം, മൃഗസംരക്ഷണം, പൊതുഭരണം, കലാസാംസ്കാരികം തുടങ്ങിയ സമഗ്ര മേഖലയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രകടന പത്രിക
ഏറെ പ്രതീക്ഷയോടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് കൺവീനർ PT കുഞ്ഞുമുഹമ്മദ്, ജനറൽ കൗൺസിലർ C സുമേഷ്, നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, മുൻ നഗരസഭാധ്യക്ഷൻ TT ശിവദാസൻ, ഗീതാഗോപി, PS ജയൻ, നേതാക്കളായ പ്രകാശൻ, ശ്രീനിവാസൻ, TI സൈമൺ, KR സൂരജ്, NP നാസർ, RV ഇക്ബാൽ, RH അബ്ദുൾ സലീം, K മോഹൻദാസ്, അനൂപ് പെരുമ്പിലാവിൽ, അശ്വിൻ ഗുരുവായൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഡിസംബർ 11 നടക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികൾക്കായി സജീവമായി നേതാക്കൾ. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ KPCC പ്രസിഡന്റ് MM ഹസൻ, KPCC ജനറൽ സെക്രട്ടറി O അബ്ദുറഹ്മാൻ കുട്ടി എന്നിവരാണ് മേഖലയിലെ വാർഡുകളിൽ പ്രചരണത്തിൽ സജീവമായിട്ടുള്ളത്. കുന്നംകുളം നഗരസഭ വാർഡ് 39 വാർഡിൽ MM ഹസനും O അബ്ദുറഹ്മാൻ കുട്ടിയും നേരിട്ടെത്തി പ്രചരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി. വാർഡിലെ മുതിർന്ന വോട്ടർമാരെയും പഴയകാല കോൺഗ്രസ് പ്രവർത്തകരെയും കണ്ട് വാർഡിലെ സ്ഥാനാർത്ഥിയായ ലബീബ് ഹസനു വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചു. മേഖലയിലെ മറ്റു സ്ഥാനാർത്ഥികളും പ്രവർത്തകരും നേതാക്കൾക്കൊപ്പമുണ്ടായിരുന്നു. വാർഡിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം MM ഹസൻ നിർവഹിച്ചു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കഴിഞ്ഞ ദിവസങ്ങളിൽ മേഖലയിലെ UDF സ്ഥാനാർത്ഥികൾക്കായി പ്രചരണത്തിനെത്തിയിരുന്നു. നമ്മുടെ ചെറുപ്പക്കാർ മുഴുവൻ ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളായി മാറുന്നു. കഴിഞ്ഞ ദിവസം കായംകുളത്ത് ഒരു അഡ്വക്കേറ്റ് ആദ്യം അച്ഛനെ കൊന്നു, അത് കഴിഞ്ഞ് അമ്മയും കൊന്നു. അമ്മ മരിച്ചില്ല, ആശുപത്രി. ഒരു അഡ്വക്കേറ്റാണ്. പരിശോധിച്ചപ്പോൾ ഇയാൾ ഏറ്റവും കൂടുതൽ മാരകമായ മയക്കുമരുന്ന് കഴിക്കുന്ന ഒരാളാണ്. താമരശ്ശേരിയിൽ കോഴിക്കോട് അമ്മയെ മകൻ കൊന്നു. എന്നോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ജന്മം നൽകിയതിനുള്ള എൻ്റെ പ്രതിഷേധമാണ് നിങ്ങളെ കൊല്ലുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ നാട് എങ്ങോട്ട് പോകുന്നു? ജനങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ഏക മുന്നണി UDF ആണ്. ഇന്നിവിടെ തെരഞ്ഞെടുപ്പ് നടന്നാൽ കേരളത്തിൽ 100 സീറ്റ് നേടി UDF അധികാരത്തിൽ വരുമെന്ന്. തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കുന്നംകുളം മേഖലയിലേക്കുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ സെറ്റിംഗ് നടന്നു. ടൗൺ ഹാളിൽ സ്ഥാനാർത്ഥികൾ അവരുടെ പേരുകൾ, ചിഹ്നങ്ങൾ തുടങ്ങിയവയാണ് സെറ്റ് ചെയ്തത്. പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ സ്ഥാനാർത്ഥികൾ ട്രയൽ വോട്ട് നടത്തി. റിട്ടേണിംഗ് ഓഫീസർമാരായ താര മനോഹരൻ, AP ഷോജൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സെറ്റിംഗ് നടന്നത്. തുടർന്ന് വോട്ടിംഗ് മെഷീനുകൾ ടൗൺ ഹാളിലെ സ്ട്രോങ് റൂമിൽ പോലീസ് കാവലിൽ സൂക്ഷിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ പേരിൽ വ്യാജ അപേക്ഷാ ഫോമുകൾ വിതരണം ചെയ്ത് തട്ടിപ്പ് നടത്തുന്നതായി UDF നേതാക്കൾ പുന്നയൂർക്കുളത്ത് വാർത്താ സമ്മേളനത്തിലൂടെ ആരോപിച്ചു. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി അപേക്ഷാ ഫോമുകൾ വിതരണം നടത്തിയെന്നാണ് ആക്ഷേപം. സ്ഥാനാർത്ഥികളും അവർക്കൊപ്പമുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ് വ്യാജ ഫോമുകളുടെ വിതരണത്തിന് പിന്നിലെന്ന് ഇവർ ആരോപിച്ചു. സ്ഥാനാർത്ഥികളുടെ പ്രചാരണ നോട്ടീസിനൊപ്പമാണ് അപേക്ഷാ ഫോമുകൾ വിതരണം ചെയ്യുന്നത് എന്നും പലയിടത്തും വോട്ടർമാരിൽ നിന്നും ഫോമുകൾ പൂരിപ്പിച്ചു വാങ്ങിയിട്ടുണ്ടെന്നും ആരോപിച്ച UDF നേതാക്കൾ ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് സെക്രട്ടറി, ചീഫ് ഇലക്ഷൻ ഓഫീസർ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. വ്യക്തമായിട്ട് അറിയുന്നതാണ്, നിങ്ങൾ എഴുതാണ്ടാണ് കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം. അതായത് പഴയ മുൻ പ്രസിഡന്റ് മാമുക്കാടൻ മോന് ജബ്ബാർ ചെയ്തിരുന്ന വർക്ക് ജബ്ബാറിനെ അവിടെ നിന്ന് പിടിച്ച് ചവിട്ടി പുറത്താക്കിയിട്ടാണ് പണം കൊടുത്തിട്ടുള്ളത്, ഈ ബിനാമിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ജബ്ബാറും ഇടതുപക്ഷക്കാരനായിരുന്നു. ജബ്ബാർ ഇപ്പോൾ വിമത സ്ഥാനാർത്ഥികളെ മിക്ക വാർഡുകളിൽ നിർത്തിയിരിക്കുന്നത്. ഇതൊക്കെ പരസ്യമായ രഹസ്യങ്ങളാണ്, ആരും ഒളിച്ചു വെക്കേണ്ട കാര്യമുള്ളത്. ഫോമുകൾ വ്യാജമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. വോട്ട് സ്വാധീനിക്കാൻ ഫോമുകൾ വിതരണം ചെയ്തവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വരണാധികാരിയായ അണ്ടത്തോട് സബ് രജിസ്ട്രാർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും LDFന്റെ ഇത്തരം നീക്കങ്ങളും പഞ്ചായത്തിലെ വികസന മുരടിപ്പും അഴിമതിയും ചൂണ്ടിക്കാട്ടി ശനിയാഴ്ച കാലത്ത് കുറ്റവിചാരണ യാത്ര ചമ്മന്നൂരിൽ നിന്നും ആരംഭിച്ച് വൈകിട്ട് അണ്ടത്തോട് സെന്ററിൽ സമാപിക്കും വിധം സംഘടിപ്പിച്ചതായും UDF ഭാരവാഹികളായ ചെയർമാൻ PP ബാബു, കൺവീനർ AK മൊയ്തുണ്ണി, കോൺഗ്രസിലെ മുതിർന്ന നേതാവ് P ഗോപാലൻ, മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹി മന്ദലാംകുന്ന് മുഹമ്മദുണ്ണി, DCC സെക്രട്ടറി AM അലാവുദ്ദീൻ, മണ്ഡലം സെക്രട്ടറി അബു താഹിർ, 1-ാം വാർഡ് സ്ഥാനാർത്ഥിയും മുസ്ലിം ലീഗ് പഞ്ചായത്ത് ഭാരവാഹിയുമായ KH ആബിദ് തുടങ്ങിയവർ അറിയിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ ഒരു വ്യാജ ഫോർമാറ്റ് ഉണ്ടാക്കിയിട്ട് പുന്നയൂർക്കുളം മണ്ഡലത്തിൽ മൊത്തം ഇടതുപക്ഷ സ്ഥാനാർത്ഥികളും അവരുടെ പ്രവർത്തകരും പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് എല്ലാ വീടുകളിലും കയറി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മിനിയാന്ന് രാത്രിയാണ് ശ്രദ്ധയിൽപ്പെട്ടതും. ആധികാരികമല്ല, ആ ഫോം ഫേക്കാണ് എന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ ആധികാരികമായിട്ട് മിനിയാന്ന് ചീഫ് ഇലക്ഷൻ ഓഫീസറെ റിഷാദെ കണ്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ജില്ലാ കളക്ടറായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് മറുപടി തന്നു, അത് ഫേക്കാണ്, ഇനി ഒരിക്കലും ഉണ്ടാവില്ല, ഉണ്ടായി കഴിഞ്ഞാൽ നടപടിയെടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഉത്തരവ് ഇന്നലെ ഞങ്ങൾക്ക് തന്നിട്ട്
ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷൻ NDA സ്ഥാനാർത്ഥി TA ഉല്ലാസ് ബാബുവിന്റെ സ്ഥാനാർത്ഥി പര്യടനത്തിന് സ്വീകരണവും കണ്ടാണശ്ശേരി പഞ്ചായത്ത് 7ാം വാർഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും നടന്നു. കൂനമുച്ചി സെന്ററിലാണ് ഉല്ലാസ് ബാബുവിന്റെ സ്ഥാനാർത്ഥി പര്യടനത്തിന് സ്വീകരണം നൽകിയത്. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ പര്യടനം നടത്തി ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി TA ഉല്ലാസ് ബാബു, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് സ്ഥാനാർത്ഥി ജോസഫ് തലക്കോട്ടുകര, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി സുഷമ അനിൽകുമാർ എന്നിവരെ തുറന്ന ജീപ്പിലാണ് സ്വീകരണ കേന്ദ്രമായ കൂനമുച്ചി സെന്ററിലേക്ക് ആനയിച്ചത്. തുടർന്ന് സെന്ററിൽ സജ്ജമാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉല്ലാസ് ബാബു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ, പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങി കൂനമുച്ചി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 7ാം വാർഡ് കൂനമുച്ചിയിൽ ഇക്കുറി കടുത്ത പോരാട്ടത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത്. വലതുപക്ഷ കോട്ടയായ കൂനമുച്ചിയിൽ UDF-നായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകനാണ് മത്സരരംഗത്തുള്ളത്. ഗ്രാമാന്തരീക്ഷത്തിൽ നിന്നും ചെറുപട്ടണമായി രൂപാന്തരപ്പെട്ട കൂനമുച്ചിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ കോൺഗ്രസിന്റെ അജയ്യത തകർക്കാൻ അപൂർവം അവസരമാണ് ഇടതുപക്ഷത്തിന് ലഭിച്ചിട്ടുള്ളത്. 2015-2020 കാലഘട്ടത്തിലുള്ള ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റായിരുന്ന നീതു സിൻഡോയാണ് വലതുപക്ഷ കോട്ട തകർത്ത് ആദ്യമായി വാർഡിനെ ഇടത്തോരം തിരിച്ചത്. എന്നാൽ കഴിഞ്ഞ തവണ AA കൃഷ്ണനിലൂടെ തിരിച്ചുപിടിച്ച വാർഡ് നിലനിർത്താൻ അരയും തലയും മുറുക്കിയാണ് കോൺഗ്രസ് ഷാജു തരകനെ രംഗത്തിറക്കിയിട്ടുള്ളത്. ദീർഘകാലമായി കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തുള്ള ഷാജു തരകൻ കരുണാകരൻ ഗ്രൂപ്പിന്റെ മുന്നണി പോരാളിയായിരുന്നു. വാർഡിന്റെ അതിർത്തി മാറിയിട്ടുണ്ടെങ്കിലും കോൺഗ്രസിന് ശക്തമായ സ്വാധീനമുള്ള കൂനമുച്ചിയിൽ വലിയ വിജയമാണ് കോൺഗ്രസ് ഷാജു തരകനിലൂടെ ലക്ഷ്യം വെക്കുന്നത്. വലതുപക്ഷ കോട്ട തകർക്കാൻ ഇടതുപക്ഷം രംഗത്തിറക്കിയിട്ടുള്ളത് കൂനമുച്ചിയുടെ യുവമുഖമായ DYFI നേതാവ് വിനു ജോൺസണെയാണ്. CPIM കണ്ടാണിശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ വിനു ജോൺസന്റെ സൗഹൃദങ്ങൾ കോൺഗ്രസ് കോട്ടകൾ തകർക്കാൻ പര്യാപ്തമാകും എന്ന തിരിച്ചറിവിലാണ് പാർട്ടി കൂനമുച്ചി വാർഡ് പിടിക്കാൻ നിയോഗിച്ചത്. കോവിഡ് കാലത്തും പ്രളയകാലത്തും ഉൾപ്പെടെ വിനുവിന്റെ നേതൃത്വത്തിൽ കൂനമുച്ചിയിലും കണ്ടാണിശ്ശേരിയുടെ മറ്റു ഭാഗങ്ങളിലും നടത്തിയ പ്രവർത്തനങ്ങൾ വിനു ജോൺസൺ എന്ന യുവ നേതാവിന് ഗുണകരമാകുമെന്നും LDF കരുതുന്നു. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കാടിളക്കിയുള്ള പ്രചരണവും പ്രചരണ പരിപാടികളിലെ പങ്കാളിത്തവും ഇടതുപക്ഷത്തെ വിജയത്തിലേക്ക് എന്ന ആത്മവിശ്വാസത്തിലേക്ക് നയിക്കുകയാണ്. വാർഡിനകത്ത് വലിയ ശക്തിയില്ലാതിരുന്ന BJP ഇക്കുറി ശക്തി തെളിയിക്കാനായല്ല മത്സരിക്കുന്നത്. വിജയത്തിൽ കുറഞ്ഞതൊന്നും BJP ആഗ്രഹിക്കുന്നില്ല. ക്രൈസ്തവ ന്യൂനപക്ഷത്തിൽ നിന്നുള്ള ജോസഫ് തലക്കോട്ടൂരാണ് BJPയുടെ സ്ഥാനാർത്ഥിയായി കൂനമുച്ചിയിൽ മാറ്റുരയ്ക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് തന്നെ ചിട്ടയാർന്ന പ്രവർത്തനത്തിലൂടെ വാർഡിൽ തന്റെ സാന്നിധ്യമറിയിച്ച ജോസഫിന് രാഷ്ട്രീയത്തിനതീതമായ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജോസഫിന്റെ സൗമ്യതയും സൗഹൃദ വലയവും BJPയുടെ പെട്ടിയിൽ വോട്ടായി വീഴുമെന്ന പ്രതീക്ഷയിലാണ് BJP. പ്രചരണ പ്രവർത്തനങ്ങളിൽ മുൻകാലങ്ങളിൽ ഇല്ലാത്ത ആരവമാണ് BJP ക്യാമ്പിലുള്ളത്. വിജയം ആരെ തുണയ്ക്കുമെന്നറിയാൻ 13 വരെ കാത്തിരിക്കേണ്ടി വരുമെങ്കിലും ആർക്കും അനായാസമായ മത്സരമല്ല കൂനമുച്ചിയിൽ ഇക്കുറിയെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. വലതിന്റെ കോട്ട കാക്കാൻ ഷാജു തരകനും സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണയ്ക്കായി ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താൻ വിനു ജോൺസണും പാരമ്പര്യ ക്രൈസ്തവ മേഖലയിൽ ഇക്കുറി താമര വിരിയിക്കാൻ ജോസഫ് തലക്കോട്ടൂരും മാറ്റുരയ്ക്കുമ്പോൾ വിജയകിരീടം ആരു ചൂടും എന്ന് കാത്തിരുന്ന് കാണാം. ചൊവ്വന്നൂർ പഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്ന LDF സ്ഥാനാർത്ഥികളുടെ വിജയം സുനിശ്ചിതമാക്കുന്നതിനുവേണ്ടി ഇടതുമുന്നണിയുടെ പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. വാദ്യാഘോഷങ്ങളും കലാരൂപങ്ങളുമായി വെള്ളിത്തിരുത്തിയിൽ നിന്നും ആരംഭിച്ച റാലി പഴുനാന പള്ളിക്ക് സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. NCP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് CV വിൽസൺ അധ്യക്ഷനായി. CPIM ജില്ലാ കമ്മിറ്റി അംഗം KF ഡേവിസ്, ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗം KK സതീശൻ, NCP ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അബ്ദുൾ ജലീൽ, ജില്ലാ പഞ്ചായത്ത് കാട്ടകമ്പാൽ ഡിവിഷൻ സ്ഥാനാർത്ഥി MV പ്രശാന്ത് മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ബബിൻ കണ്ണൻ, KS ജിനി എന്നിവർ സംസാരിച്ചു. BJPയുടെ ഭരണവും ശരി, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണവും ശരി എന്നല്ലേ ഇവർ പറയണത്. കഴിഞ്ഞ ബഡ്ജറ്റ് പരിശോധിച്ചാൽ, കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് പരിശോധിച്ചാൽ അതിലാദ്യത്തെ ഇനം ആരോഗ്യ മേഖലയിൽ ഫണ്ട് വെട്ടിച്ചുരുക്കണം എന്ന് പറഞ്ഞാൽ ഇനിമേൽ ആർക്കും സൗജന്യ ചികിത്സ വേണ്ട. തദ്ദേശ തെരഞ്ഞെടുപ്പ് വാദപ്രതിവാദങ്ങളാൽ സജീവമായി ജനവിധി തത്സമയ സംവാദം. വെള്ളിയാഴ്ച ചാവക്കാട് നഗരസഭയിലെയും വേലൂർ പഞ്ചായത്തിലെയും പ്രതിനിധികൾ പങ്കെടുത്ത ചർച്ചയാണ് നടന്നത്.
രാവിലെ 11 മണിക്ക് നടന്ന ആദ്യ ചർച്ചയിൽ ചാവക്കാട് നഗരസഭയിൽ നിന്നുള്ള പ്രതിനിധികളാണ് പങ്കെടുത്തത്. 2 പതിറ്റാണ്ടായി തുടരുന്ന വിജയമേധം തുടരുമെന്നും ജനം തൊട്ടറിഞ്ഞ വികസനം ഭരണ തുടർച്ചയുണ്ടാക്കുമെന്നും മുൻ ചെയർമാനും CPM നേതാവുമായ MR രാധാകൃഷ്ണൻ പറഞ്ഞു. എന്നാൽ 20 വർഷത്തെ ഭരണം നഗരസഭയിൽ വികസന മുരടിപ്പുണ്ടാക്കിയെന്നും UDF ഭരണത്തിൽ തിരിച്ചെത്തുമെന്നും പ്രതിപക്ഷ നേതാവ് KV സത്താർ പറഞ്ഞു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ KC ശിവദാസ് മോഡറേറ്ററായി. തുടർന്നു നടന്ന ചർച്ചയിൽ വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളാണ് പങ്കെടുത്തത്. നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ മികവിൽ ഹാട്രിക് ഭരണത്തിലേക്ക് ഇടതുപക്ഷം അനായാസം ചെന്നെത്തുമെന്ന് ഭരണപക്ഷത്തിലെ ഷേർലി ദിലീപ് കുമാർ പറഞ്ഞു. അഴിമതിയാലും അപാകതയാലും പല പദ്ധതികളും ജനത്തിന് ഉപകാരപ്രദമല്ലെന്നും ഭരണം UDF തിരിച്ചുപിടിക്കുമെന്നും ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് സ്വപ്ന രാമചന്ദ്രൻ പറഞ്ഞു. CCTV ന്യൂസ് എഡിറ്റർ രമ്യ സനിൽ ചർച്ച നിയന്ത്രിച്ചു. ശനിയാഴ്ച രാവിലെ 11-ന് ചൊവ്വന്നൂർ പഞ്ചായത്ത്, 12-ന് കടവല്ലൂർ പഞ്ചായത്ത്, ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് പോർക്കുളം പഞ്ചായത്ത് എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണ പ്രതിപക്ഷ പ്രതിനിധികൾ പങ്കെടുക്കുന്ന സംവാദം നടക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ചാലിശ്ശേരിയിൽ LDF സ്ഥാനാർത്ഥികൾ പര്യടനം നടത്തി. ചാലിശ്ശേരി ഹൈസ്കൂൾ ജംഗ്ഷനിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി TK സുധീഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി KA പ്രയാൺ, 15-ാം വാർഡ് സ്ഥാനാർത്ഥി ആനി വിനു, 14-ാം വാർഡ് സ്ഥാനാർത്ഥി A വിജയൻ എന്നിവർ പങ്കെടുത്തു. പര്യടനത്തിൽ DYFI ബ്ലോക്ക് കമ്മിറ്റി അംഗം C സ്മൃതി, 15-ാം വാർഡ് കൺവീനർ KG സണ്ണി സൈമൺ, വാർഡ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഇനി ദേശചരിതം. കാർഷിക പ്രാധാന്യമുള്ള പഞ്ചായത്താണ് ചൊവ്വന്നൂർ. കഴിഞ്ഞ 10 വർഷമായി LDF ഭരിക്കുന്ന പഞ്ചായത്തിൽ 2020-ലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പം BJPയും 3 സീറ്റ് നേടി ശ്രദ്ധ നേടിയിരുന്നു. ഒരു സീറ്റ് ഉണ്ടായിരുന്ന SDPI 2 സീറ്റായി തങ്ങളുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യൻ പുരാവസ്തു ചരിത്രത്തിന്റെ തങ്കലിപികളിൽ കുറിച്ചിട്ട പ്രസിദ്ധമായ കല്ലഴിക്കുന്നിന്റെ മനോഹാരിത വിളിച്ചോതുന്ന പഞ്ചായത്താണ് ചൊവ്വന്നൂർ. കുന്നംകുളത്തിനും വടക്കാഞ്ചേരിക്കുമിടയിൽ 18.39 ചതുരശ്ര അടി വിസ്തീർണത്തിൽ സ്ഥിതി ചെയ്യുന്ന 13 വാർഡുകളുള്ള ചൊവ്വന്നൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ തുടർച്ചയായ വർഷങ്ങളിൽ കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടുകൂടി ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരണം കൈയാളുന്നത്. അതിപുരാതനമായ ആരാധനാലയങ്ങളും ഗതകാല സ്മരണകളും ഉണർത്തുന്ന ചരിത്ര സ്മാരകങ്ങളുടെയും ഈറ്റില്ലമാണ് ചൊവ്വന്നൂർ. പ്രാചീനകാലത്ത് ജീവിച്ചിരുന്ന മുനിമാരുടെ ഗൃഹവും 1500 വർഷം പഴക്കമുള്ള ചെമ്മന്തിട്ട ശിവക്ഷേത്രവും ആ ക്ഷേത്രത്തിലെ കൊത്തുപണികളും ഛായാചിത്രവും പുരാതന സംസ്കാരത്തിന്റെ ചരിത്രാവശിഷ്ടങ്ങളും നിലകൊള്ളുന്ന ഗ്രാമമാണ് ചൊവ്വന്നൂർ. ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുൻപ് തന്നെ സാമൂഹ്യ വിപ്ലവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പിന്നോക്കജാതിക്കാർക്ക് ചൊവ്വന്നൂർ പഞ്ചായത്തിലെ വെള്ളിത്തിരുത്തി ശ്രീ വിഷ്ണു ക്ഷേത്രം തുറന്നുകൊടുത്ത ചരിത്രവുമുണ്ട്. നമ്പൂതിരി സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരുന്ന കാലത്ത് മേലാളന്മാരെ വശത്താക്കിയ താത്രിക്കുട്ടിയുടെ ചരിത്ര സംഭവം നടന്നത് ഈ ഗ്രാമത്തിലാണ്. കാർഷിക സംസ്കാരത്തിന് പേരുകേട്ട ഗ്രാമം. ഇങ്ങനെ വിശേഷണങ്ങൾ അല്പം കൂടുതലാണ് ചൊവ്വന്നൂർ ഗ്രാമത്തിന്. കുന്നംകുളം പട്ടണത്തിനോട് ചേർന്ന കർഷക ഗ്രാമമായ ചൊവ്വന്നൂരിൽ സവിശേഷ പ്രാധാന്യമുള്ള ജനകീയ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും കണക്കുകൂട്ടുന്നു. ഭൂരിപക്ഷമില്ലാതിരുന്നിട്ടും 5 വർഷവും ഭരിച്ച CPMന് വ്യക്തമായ ഭൂരിപക്ഷം നേടി ഇത്തവണ ഭരണത്തിൽ തിരിച്ചെത്തുകയാണ് ലക്ഷ്യം. ചൊവ്വന്നൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്ത് പോലീസ് സ്റ്റേഷനിൽ ക്രൂരമർദ്ദനത്തിനിരയായതും പഞ്ചായത്തിൽ CPM വരുത്തിയ വികസന വീഴ്ചയും അനുകൂലമാകുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സജീവ ചർച്ചയാക്കും. നിലവിൽ കോൺഗ്രസിന് തുല്യമായി 3 സീറ്റുകളുള്ള BJPയും മികച്ച വിജയം ലക്ഷ്യമിടുന്നു. ഭരണവീഴ്ചകൾ തങ്ങൾക്ക് വോട്ടായി മാറുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. ശക്തി കേന്ദ്രങ്ങളിൽ കൃത്യമായ സ്വാധീനമുള്ള SDPI സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്നതിനോടൊപ്പം മറ്റു വാർഡിലും നിർണായക ശക്തിയാകാനുള്ള പ്രവർത്തനങ്ങളിലാണ്. ഭരണപക്ഷം ചൂണ്ടിക്കാട്ടുന്ന പ്രധാന നേട്ടങ്ങൾ ഇവയാണ്. പുതിയ പദ്ധതികൾ നടപ്പാക്കി. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് 6 പൊതുകിണറുകളുടെ നവീകരണം, 32 സ്വാശ്രയ കുടിവെള്ള പദ്ധതികൾ തുടങ്ങിയവയിലൂടെ ജലലഭ്യത ഉറപ്പുവരുത്തി. അതിദരിദ്രരില്ലാത്ത പഞ്ചായത്തായി അംഗീകരിച്ചു പ്രഖ്യാപനം നടത്തി. ലൈഫ് പദ്ധതിയിൽ അംഗീകരിച്ച 72 വീടുകളിൽ 68 ഇടങ്ങളിൽ പണി പൂർത്തീകരിച്ചു. പാർപ്പിടം, വെള്ളം, വെളിച്ചം, റോഡ് എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി വിവിധ പദ്ധതികൾ നടപ്പാക്കി. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ MLA ഫണ്ടും പഞ്ചായത്ത് വിഹിതവും ചേർത്ത് OP കെട്ടിടം നിർമ്മിക്കാനായി.
പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ഇവയാണ്. ലൈഫ് പദ്ധതിയിൽ 500-ലേറെ അപേക്ഷകൾ കെട്ടിക്കിടന്നു. ആശ്വാസകിരണം പദ്ധതിയിലെ ആനുകൂല്യ വിതരണവും മുടങ്ങി. പൊതുശ്മശാനമടക്കമുള്ള പദ്ധതികളുടെ പണി പൂർത്തീകരിക്കാനായില്ല. മാലിന്യ സംസ്കരണ രംഗത്തും ഫലപ്രദമായ പദ്ധതികളില്ല. അങ്കണവാടി വർക്കർ ഹെൽപ്പർ നിയമം സുതാര്യമല്ല. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ നടപ്പാക്കാതെ അട്ടിമറിച്ച് വികസന മുരടിപ്പ് സൃഷ്ടിക്കുന്നു. പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം നിലനിൽക്കുമ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ജൽജീവൻ മിഷൻ നടപ്പാക്കാൻ വിമുഖത കാണിക്കുന്നു. പഞ്ചായത്തിന് സ്വന്തമായി മൈതാനം, പൊതുശ്മശാനം തുടങ്ങിയവ പോലുമില്ല. തുടങ്ങിയവയാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്ന പോരായ്മകൾ. എന്തായാലും ചൊവ്വന്നൂർ പഞ്ചായത്തിൽ വാർഡുകൾ കുറവെങ്കിലും പോരിന് കുറവൊന്നുമില്ല. ചില വാർഡുകളിൽ ചതുഷ്കോണ മത്സരവും നടക്കുന്നുണ്ട്. കുന്നംകുളം കിഴൂർ പൂരത്തിനിടെ സംഘർഷം. പോലീസ് ലാത്തി വീശി. 2 വിഭാഗം കമ്മിറ്റികളാണ് ഏറ്റുമുട്ടിയത്. ആനകളെ എഴുന്നള്ളിപ്പിൽ അണിനിരത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത്. ഇരു വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയതോടെ സംഘർഷം കൂട്ടത്തല്ലിലേക്ക് വഴിമാറി. സംഘർഷത്തെ തുടർന്ന് സംഭവ സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ലാത്തി വീശി. ആനകളെ ക്ഷേത്രമതിൽ കെട്ടിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതും ആര് ആദ്യം പ്രവേശിപ്പിക്കുന്നതു എന്നതിനെ ചൊല്ലിയാണ് തർക്കം ഉടലെടുത്തത്. പിന്നീടാണ് സംഘർഷമുണ്ടായത്. പിന്നീട് പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്തിന്റെ 15 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെ നിർമ്മാണത്തിൽ അപാകതയും അഴിമതിയും ഉള്ളതായി കോൺഗ്രസ്. ടോയ്ലറ്റിന്റെ സീലിംഗ് അടർന്നു വീണതാണെന്നും അപാകത മറച്ചുവെക്കുവാൻ വിദ്യാർത്ഥികളെ പ്രതികളാക്കുവാനുള്ള ശ്രമം നടത്തുന്നതായും DCC സെക്രട്ടറി VK രഘുസ്വാമി, KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് അക്ഷയ് വെള്ളറക്കാട്, യൂത്ത് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു എന്നിവർ അറിയിച്ചു. വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്ത് മാനസികമായി പീഡിപ്പിച്ച പോലീസിന്റെ നടപടിയിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു. ടോയ്ലറ്റ് ബ്ലോക്കിന്റെ സീലിംഗ് സാമൂഹിക വിരുദ്ധർ തകർത്തതായി കാണിച്ച് സ്കൂൾ പ്രിൻസിപ്പാൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം 2 വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. സീലിംഗ് അടർന്നു വീണ് കിടക്കുന്ന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്ന് ആരോപിക്കുകയും ചെയ്ത വിദ്യാർത്ഥികളെ കള്ളക്കേസിൽ കുടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. നിരപരാധികളായ കുട്ടികളെ പോലീസ് മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് മാനസികമായി പീഡിപ്പിച്ചുവെന്നും വിവരമറിഞ്ഞ് സ്റ്റേഷനിലെത്തിയ തന്നോട് പോലീസ് മോശമായി പെരുമാറുകയും KSU നേതാവായ അക്ഷയിനെ കയ്യേറ്റം ചെയ്തുവെന്നും VK രഘുസ്വാമി പറഞ്ഞു. അതിൽ വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. ഏകദേശം 10 ലക്ഷത്തോളം രൂപ അതിൽ അഴിമതി നടന്നു. അപ്പം ഇത് രക്ഷപ്പെടാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ തന്നെ നടന്ന ഉദ്ഘാടനം, ആ ഉദ്ഘാടനം നടത്തുന്നത് കെട്ടിമറിഞ്ഞ് വീണപ്പോ ഈ പണി ചെയ്ത ആളുകൾ തന്നെ ആവാം, നമുക്കതിന് സാക്ഷിയൊന്നുമില്ല. സാധനം ആരോ കുത്തിപ്പൊട്ടിച്ചു എന്ന് പറഞ്ഞ് അവിടെ ഇവിടെ 2 കുത്തുകുട്ടി. അത് ചോദിക്കാൻ ചെന്ന അക്ഷയനെ ഈ പിടിച്ച് സർക്കിൾ ഇൻസ്പെക്ടർ പിടിച്ച് തള്ളി. എന്താന്ന് ചോദിച്ചപ്പോ വഴി തടസ്സപ്പെടുത്തി തള്ളി. അപ്പൊ അതിന് ശക്തമായ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം പോലീസിന്റെ നടപടിയുടെ പ്രതിഷേധം പരാതിയായിട്ട് DGPക്ക് മെയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി റിട്ടേൺ പരാതി ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കും. കുട്ടികളുടെ പേരും വിലാസവും ഫോട്ടോയും പോലീസിന് കൈമാറിയത് സ്കൂൾ അധികൃതരാണ്. കുട്ടികൾ സ്കൂളിലുള്ള വിവരം അധികൃതർ മറച്ചുവെച്ചതിനാലാണ് പോലീസ് കുട്ടികളുടെ നാട്ടിലെത്തി കുട്ടികളെ കുറ്റവാളികളായി ചിത്രീകരിച്ചതെന്നും നിർമ്മാണത്തിലെ അഴിമതി മറച്ചുവെക്കുവാനുള്ള ശ്രമമാണ് കുട്ടികളെ കുറ്റവാളികളാക്കിയത് പിന്നിലെന്നും അക്ഷയ് ആരോപിച്ചു. 31 തീയതി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത മാസം 21 തീയതി ആകുമ്പോഴേക്കും ഇത് പൊളിഞ്ഞു വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീടാണ് അവരത് പൊളിച്ചതാണ് ഒക്കെ പറയുന്നതെങ്കിലും അതിന്റെ സീലിംഗ് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ മോശമായിട്ടുള്ള പണിയാണ് അതിന് മുകളിൽ ചെയ്തിരിക്കുന്നത്. പഴയ ഒരു 15 ലക്ഷം രൂപയുടെ പണി തീർച്ചയായിട്ടും അതിന് മുകളിലില്ല. 24 തീയതി സ്കൂളിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ ഇത് കണ്ടിട്ട് അത് വീഡിയോ എടുക്കുകയാണ്. അത് വീഡിയോ എടുത്തിട്ട് പൊളിഞ്ഞു എന്നൊക്കെ പറയുന്ന വീഡിയോ കണ്ട് ഇത് വളരെ നാണക്കേട് അവർക്ക് സൃഷ്ടിക്കുന്നു എന്ന് മനസ്സിലാക്കിയെടുത്തതാണ് ഈ വിദ്യാർത്ഥികളുടെ പേരിൽ പരാതി കൊടുക്കുന്നത്. ഈ വീഡിയോ എടുക്കുന്ന വിദ്യാർത്ഥികളാണ് ഇത് ചെയ്തത് എന്ന രീതിയിലാണ് പോലീസ് സൃഷ്ടിച്ചെടുക്കുന്നത്. 15 ലക്ഷം രൂപയുടെ പദ്ധതിയിൽ 5 ലക്ഷം രൂപയുടെ നിർമ്മാണം മാത്രമാണ് നടത്തിയിട്ടുള്ളതെന്നും സീലിംഗ് അടർന്നു വീണ സംഭവത്തിൽ കരാറുകാരന്റെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടും കുട്ടികൾക്കെതിരെയുള്ള പോലീസിന്റെ നടപടിക്കെതിരെയും നിർമ്മാണത്തിലെ അഴിമതിക്കും അപകടങ്ങൾക്കുമെതിരെയും DGPക്കും വിജിലൻസിനും പരാതി നൽകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു.
റോഡരികിലെ മരക്കൊമ്പൊടിഞ്ഞു വീണ് കാറിന്റെ ചില്ല് തകർന്നു. മറ്റം കുനമുച്ചി റോഡിൽ പന്നിശ്ശേരി ഭാഗത്തുള്ള കൂറ്റൻ മാവിന്റെ ഉണങ്ങിയ കൊമ്പാണ് കാറിന് മുകളിലേക്ക് ഒടിഞ്ഞു വീണത്. കാറിന്റെ മുൻവശത്തെ ചില്ലിനു മുകളിലേക്ക് മരക്കൊമ്പ് വീണതിനെ തുടർന്ന് ഗ്ലാസ് പൂർണ്ണമായും തകർന്നു. വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെയാണ് സംഭവമുണ്ടായത്. വാഗ സ്വദേശി ശിവരാമന്റെ കാറിന്റെ മുകളിലേക്കാണ് ഉണങ്ങിയ മരക്കൊമ്പ് പൊട്ടി വീണത്. ഗ്ലാസ് പൂർണ്ണമായും തകർന്നുവെങ്കിലും കാറിൽ ഉണ്ടായിരുന്ന യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. റോഡരികിൽ നിൽക്കുന്ന പല മരങ്ങളുടെയും കൊമ്പുകൾ ഉണങ്ങി നിലം പൊത്താറായ നിലയിലാണ്. പൊതുമരാമത്ത് വകുപ്പോ വനം വകുപ്പോ ഇവ മുറിച്ചുമാറ്റി അപകടമുണ്ടാകാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കൂനാമുച്ചിക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ കോളേജിൻ്റെ തിരിവിൽ വന്നപ്പോൾ ഒരു മരക്കൊമ്പ് പൊട്ടി വീണതാണ്. ഒരു ഉണങ്ങി നിൽക്കണ മരക്കൊമ്പ്. ഭാഗ്യത്തിൽ വേറെ ഒന്നും സംഭവിച്ചില്ല. 2 പേരുണ്ടായിരുന്നു ഞങ്ങൾ വണ്ടിയിൽ. ചെറിയ പോറലുകൾ എവിടെ ഇടിക്കുന്നുണ്ട് എന്നുള്ളൂ. ആൾക്കും പരിക്കൊന്നുമില്ല. പെങ്ങമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പരിശുദ്ധനായ മോർ യാക്കോബ് മവസ്കോ സഹദായുടെ 157ാം തിരുശേഷിപ്പ് സ്ഥാപിത പെരുന്നാൾ ഡിസംബർ 9-10 ദിവസങ്ങളിലായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരുശേഷിപ്പ് സ്ഥാപിത പെരുന്നാളിന്റെ ഭാഗമായി പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കത്തോലിക്കായും മലങ്കര മെത്രോപൊലിത്തയും കൊച്ചി ഭദ്രാസനാധിപനുമായ മോർ ബസേലിയോസ് ജോസഫ് ബാവയ്ക്ക് ഡിസംബർ 9 ചൊവ്വാഴ്ച വൈകിട്ട് 7:30 പള്ളിയിൽ പ്രൗഢഗംഭീരമായ സ്വീകരണം നൽകും. തുർക്കിയിൽ രക്തസാക്ഷിത്വം വരിച്ച പരിശുദ്ധ മോർ യാക്കോബ് മവസ്കോ സഹദായുടെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏക ദേവാലയമായ പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പഴയപള്ളിയിലെ തിരുശേഷിപ്പ് സ്ഥാപിത പെരുന്നാൾ ആഘോഷത്തിലും ശ്രേഷ്ഠ കത്തോലിക്ക ബാവയ്ക്കുള്ള സ്വീകരണത്തിലും തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ മോർ ക്ലിമീസ് കുര്യാക്കോസ്, കോഴിക്കോട് ഭദ്രാസനാധിപൻ മോർ ഐറേനിയോസ് പൗലോസ്, UK ബാംഗ്ലൂർ മൈലാപ്പൂർ ഭദ്രാസനാധിപൻ മോർ ഒസ്താത്തിയോസ് ഐസക് എന്നിവർ സംബന്ധിക്കും. ഡിസംബർ 9 ചൊവ്വാഴ്ച വൈകിട്ട് 6 പടിഞ്ഞാറ്റുമുറി സെന്റ് ജോർജ് കുരിശുപള്ളിയിൽ നിന്ന് പെരുന്നാൾ റാസ ആരംഭിച്ച് തെക്കുമുറി ചുറ്റി സഹദായുടെ തിരുശേഷിപ്പ് സ്ഥാപിത കുരിശുപള്ളിയിൽ ധൂപപ്രാർത്ഥന നടത്തി ദേവാലയത്തിൽ തിരിച്ചെത്തും. തുടർന്ന് ശ്രേഷ്ഠ കത്തോലിക്ക ബാവയ്ക്കും മെത്രോപൊലിത്തമാർക്കും സ്വീകരണം നൽകും. സന്ധ്യാനമസ്കാരം, പൊതുസമ്മേളനം, ആശീർവാദം, അത്താഴ സദ്യ എന്നിവയും ചൊവ്വാഴ്ച നടക്കും. ബുധനാഴ്ച രാവിലെ 6:30 പ്രഭാത പ്രാർത്ഥന, 7 മണിക്ക് മോർ ഐറേനിയോസ് പൗലോസ് മെത്രോപൊലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന 3 കുർബാനയ്ക്ക് ശേഷം മോർ ബസേലിയോസ് യെൽദോ ബാവയുടെ തിരുശേഷിപ്പിൽ ധൂപപ്രാർത്ഥന, സഹദായുടെ തിരുശേഷിപ്പ് സ്ഥാപിതമായ കുരിശുപള്ളിയിലേക്ക് റാസ, പെരുന്നാൾ സന്ദേശം, ആശീർവാദം, നേർച്ച എന്നീ ചടങ്ങുകളും ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് പള്ളിയിൽ പാച്ചോർ നേർച്ച വിളമ്പലുമുണ്ടാകും. പള്ളി വികാരി ഫാദർ ബേസിൽ കൊല്ലാർമാലി, ട്രസ്റ്റി KJ സോജൻ, സെക്രട്ടറി അരുൺ ടി രാജൻ, ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് പ്രതീഷ് P വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേച്ചേരി പെരുമണ്ണ് പിഷാരിക്കൽ കാർത്തേനി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവവും സഹസ്രാധിക ദീപക്കാഴ്ചയും ആഘോഷിച്ചു. രാവിലെ 5 പള്ളി ഉണർത്തലിന് ശേഷം നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം എന്നീ ചടങ്ങുകളും തുടർന്ന് ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, തന്ത്രിപൂജ, വിശേഷാൽ പൂജകളുമുണ്ടായി. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം മേൽശാന്തി പുത്തിലത്ത് വാസുദേവൻ എമ്പ്രാന്തിരി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 11:30 നട അടച്ച ശേഷം ഉച്ചതിരിഞ്ഞ് 4:30 തുറന്നു. 5:30 സഹസ്രാധിക ദീപം തെളിയിക്കൽ ആരംഭിച്ചു. വൈകിട്ട് 6 മണിക്ക് ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല എന്നീ ചടങ്ങുകൾക്ക് ശേഷം ദേവസ്വം പറവെപ്പും തുടർന്ന് കക്കാട് രാജപ്പന്മാരാരും ചെർപ്പുളശ്ശേരി രാജേഷും ചേർന്ന് അവതരിപ്പിച്ച ഡബിൾ തായമ്പകയും അരങ്ങേറി. രാത്രി 8:30 ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് നടക്കൽ പറവെപ്പും മേളത്തിന്റെ അകമ്പടിയോടെ വിളക്കെഴുന്നള്ളിപ്പും നടന്നു. രാത്രി 8:30 നട അടച്ചതോടെ തൃക്കാർത്തികയോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾക്ക് സമാപനമായി. മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ശ്രേഷ്ഠ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലിത്തയുമായ ആബുവൻ മോർ ബസേലിയോസ് ജോസഫ് ബാവയ്ക്ക് UAE-യിലെ ഫുജൈറ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി പള്ളിയിൽ സ്വീകരണം നൽകി. ബുധനാഴ്ച വൈകിട്ട് പള്ളിയിലെത്തിയ ബാവയെ UAE പാത്രിയാർക്ക് വികാരി കുര്യാക്കോസ് മോർ യൗസേബിയോസ്,
വികാരി, സഭാഭാരവാഹികൾ, വിശ്വാസികൾ എന്നിവർ ചേർന്ന് പള്ളിയിലേക്ക് സ്വീകരിച്ചു. പൂക്കളേന്തി സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളും കത്തിച്ച മെഴുകുതിരികളുമായി വിശ്വാസികളും ബാവയെ പള്ളിയിലേക്ക് എതിരേറ്റു. ശ്രേഷ്ഠ ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സന്ധ്യാനമസ്കാരവും മധ്യസ്ഥ പ്രാർത്ഥനയും നടത്തി. UAE പാത്രിയാർക്കൽ വികാരി കുര്യാക്കോസ് മോർ യൗസേബിയോസ് മെത്രാപ്പൊലീത്ത, സ്ലീബ കാട്ടുമങ്ങാട് കോർ എപ്പിസ്കോപ്പ, ബാവയുടെ സെക്രട്ടറി ഫാദർ ജോഷി ചിറ്റേത്ത്, ഫുജേറ വികാരി ഫാദർ എൽദോ ജോൺ, ഫാദർ ജോജോസ് കറിയ ജോൺ എന്നിവർ പ്രാർത്ഥനയിൽ സഹകാർമ്മികരായി. ബാവയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു. സ്വീകരണത്തിന് ബാവ മറുപടി പ്രസംഗം നടത്തി. ഇടവകയിൽ നിന്നുള്ള സഭാദിന കവർ ബാവ ഏറ്റുവാങ്ങി. സ്വീകരണത്തിന് UAE പാത്രിയാർക്കൽ വികാരി കുര്യാക്കോസ് മോർ യൗസേബിയോസ് മെത്രാപ്പൊലീത്ത, ഫുജേറ വികാരി ഫാദർ എൽദോ ജോൺ, സോണൽ സെക്രട്ടറി സന്ദീപ് ജോർജ്, പള്ളി ട്രസ്റ്റി ദീപു ഏലിയാസ്, സെക്രട്ടറി ബിജു വർഗീസ്, പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സോണൽ കൗൺസിൽ അംഗങ്ങൾ, വിവിധ ഭക്തസംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. സൈക്കിൾ യാത്രക്കാരായ മുതിർന്ന പൗരന്മാരെ ആദരിച്ച വിദ്യാലയം. പഴഞ്ഞി മാർ ബസേലിയോസ് സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് കുട്ടികളുടെ മുത്തച്ഛന്മാരിൽ സൈക്കിൾ ഉപയോഗിക്കുന്നവർക്ക് ആദരവും പരിസ്ഥിതി സൗഹൃദ യാത്രയും സംഘടിപ്പിച്ചത്. അന്തരീക്ഷ മലിനീകരണ ബോധവൽക്കരണം, ആരോഗ്യമുള്ള ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് പരിപാടി നടത്തിയത്. TK കുഞ്ഞിപ്പ, ഹസൻ K സക്കറിയ, K എഡിസൺ, PV ബേബി, PM രവി, PJ രാജൻ എന്നിവരെ ചടങ്ങിൽ പ്രധാനാധ്യാപകൻ ജിബ്ലസ് ജോർജ് പൊന്നാട അണിയിച്ച് ആദരിച്ചു. അധ്യാപകരായ ലീനറ്റ് ആന്റണി, KT സിസി, പോൾ ഡേവിഡ്, നിസ വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ദേവസ്വത്തിന്റെ പടിഞ്ഞാറേ നടയിലെ ശ്രീകൃഷ്ണ റെസ്റ്റ് ഹൌസ് നവീകരിച്ച് സമർപ്പിച്ചു. ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് കുറഞ്ഞ നിരക്കിൽ താമസ സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റെസ്റ്റ് ഹൌസ് നവീകരിച്ചത്. താമസക്കാർക്ക് ക്ഷേത്രത്തിലെ പ്രസാദ ഊട്ടിൽ പങ്കെടുക്കുന്നതിനുള്ള സൗകര്യമുണ്ടാകും. മറ്റു ദേവസ്വം റെസ്റ്റ് ഹൌസുകളിലും ഈ സൗകര്യം ഏർപ്പെടുത്താനും ആലോചനയുണ്ട്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ നാടമുറിച്ച് നവീകരിച്ച റെസ്റ്റ് ഹൌസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ശിലാഫലകവും അദ്ദേഹം അനാച്ഛാദനം ചെയ്തു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, മനോജ് B നായർ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാരായ T രാധിക, M രാധ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി കോട്ടപ്പുറത്ത് ഓടിക്കൊണ്ടിരുന്ന ടോറസ് ടിപ്പർ ലോറിയിൽ നിന്നും കരിങ്കല്ല് റോഡിലേക്ക് തെറിച്ചു വീണു. കോട്ടപ്പുറം കുരിശുപള്ളിക്ക് സമീപത്തുള്ള വളവിലാണ് വലിയ കരിങ്കല്ല് റോഡിൽ വീണത്. നാട്ടുകാർ കല്ല് അരികിലേക്ക് എടുത്തുമാറ്റി. ടോറസ് ടിപ്പർ ലോറികളുടെ ബോഡി ലെവലിന് മുകളിലായാണ് കരിങ്കൽ കൂട്ടിയിട്ട് ലോഡുമായി സഞ്ചരിക്കുന്നത്. അനുവദനീയമല്ലാത്ത അളവിൽ കല്ല് കയറ്റി അമിത വേഗതയിലാണ് ടോറസുകൾ സഞ്ചരിക്കുന്നത്. മുട്ടിക്കലിൽ പ്രവർത്തിക്കുന്ന ക്വാറിയിൽ നിന്നാണ് കല്ല് കയറ്റി വരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. യാതൊരു സുരക്ഷിത സംവിധാനവുമില്ലാതെ ബോഡി ലെവലിന് മുകളിൽ കല്ല് കൂട്ടിയിട്ട് അമിത വേഗതയിൽ സഞ്ചരിക്കുന്നത് വലിയ അപകട ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. ഓവർലോഡും അമിത വേഗതയും തടയാൻ പോലീസ് നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ ടോറസില് അതിന്റെ ബോഡി ലെവലിനായിട്ട് കവർ ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ഫുള്ളായിട്ട് കൂട്ടിയിട്ടിട്ട് ആ കൂട്ടിയിട്ട് തെറിച്ച് വീണ കഷ്ണമാണ് ഈ കിടക്കുന്നത്. ഇതൊരാളുടെ മേത്തേക്ക് വീണ് കഴിഞ്ഞാൽ അങ്ങോട്ടേ കഥ കഴിയും. പിന്നെ വെറുതെ റഫായിട്ടുള്ള ഈ കോൺട്രാക്ട് പണിക്ക് കെട്ടണമെങ്കിൽ അധികം മറമ കെട്ടണമായിട്ടുള്ള ഷീറ്റാണ് അവർ ഇടുന്നത്. പിന്നെ അവർ യാതൊരു ശ്രദ്ധയില്ല. എല്ലാവരും ചെവിട്ടിൽ ഇയർഫോണും മൊബൈലാണ് കയ്യിൽ. ഈ കല്ല് വീണോ കല്ല് മുകളിലേക്ക് പൊന്തിച്ച് നിൽക്കണ്ടോ എന്നുള്ളത് അവർക്ക് ശ്രദ്ധയില്ല. അങ്ങനെ വീണ സാധനമാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. 2 മണിക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് തൊട്ട് മങ്ങാട്ടിൽ നിന്ന് പാസ് ചെയ്ത ഏതൊരു വണ്ടിയിൽ നിന്ന് വീണ സാധനമാണ് ഇത്. അതിനെതിരെ എന്തായാലും ഒരു നടപടി ഉണ്ടാവും വേണം. പിന്നെ അതുപോലെ വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കുക എന്നുള്ളതൊരു മെയിനായിട്ടൊരു കാര്യം കൂടെ ഉണ്ടാവും. ട്രെയിനിങ്ങും അതുമാതിരി തന്നെ യാത്രക്കാർക്ക് ഈ ആൾക്കാർക്ക് തന്നെ നടന്നു പോകാനുള്ള വഴിയൊന്നുമില്ല ഇവിടെ. അതിനായിട്ട് സ്പീഡിൽ ടോർച്ച് വരെ വരുന്നത്. അപ്പോൾ ഭയങ്കര അപകടത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനെന്തായാലും അടിയന്തരമായിട്ടൊരു നടപടി ഉണ്ടാവണം അവിടെ. റോട്ടിൽ വീണത് മാറ്റിയിട്ടാണ്. റോട്ടിൽ വീണ സാധനമാണ് ഞങ്ങൾ ഇവിടെ നിന്ന് നീക്കിയിട്ടാണത്. പിന്നുള്ളവർക്ക് പോകണ്ടേ, മറ്റുള്ള വണ്ടികൾക്ക് പോകേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട്. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബത്താനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ലോക മണ്ണ് ദിനം ആചരിച്ചു. ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിന് മണ്ണിനുള്ള പ്രാധാന്യം വളരെ വലുതാണെന്നും പരിസ്ഥിതി സുസ്ഥിരതയ്ക്കുള്ള മണ്ണിന്റെ സംഭാവനകളെക്കുറിച്ചറിയുന്നതിനും ഈ ദിനാചരണം ലക്ഷ്യമാക്കുന്നതെന്ന് വൈസ് പ്രിൻസിപ്പാൾ C രാധാമണി പറഞ്ഞു. മണ്ണിന്റെ സംരക്ഷണം നമ്മുടെ ഭാവിയുടെ സംരക്ഷണമാണെന്ന സന്ദേശം വിദ്യാർത്ഥികളിൽ എത്തിക്കാൻ ദിനാചരണം സഹായകമായി. ആരോഗ്യകരമായ മണ്ണിന്റെ പ്രാധാന്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും മണ്ണിലെ വിഭവങ്ങളുടെ സുസ്ഥിര പരിപാലനത്തിനുമായി വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെ സീഡ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾ പ്രസംഗം, കവിതാലാപനം, സംഗീത നാടകം, ഡാൻസ് എന്നിങ്ങനെ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു.
കളിമണ്ണുകൊണ്ട് ആകർഷകമായ വസ്തുക്കൾ നിർമ്മിക്കുന്ന മത്സരവും ദിനാചരണത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, പ്രിൻസിപ്പൽ ഷേബ ജോർജ്, സീഡ് കോർഡിനേറ്റർ TS സുരേഖ എന്നിവർ ദിനാചരണത്തിന് നേതൃത്വം നൽകി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്പോർട്സ് ഡിവിഷൻ കായിക താരങ്ങൾക്ക് അനുമോദനം നൽകി. തൃശൂർ സ്പോർട്സ് ഡിവിഷന്റെ ഭാഗമായി കുന്നംകുളം മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2022 ബാച്ചിലെ വിദ്യാർത്ഥികളാണ് ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ വൻ വിജയങ്ങൾ നേടിയിട്ടുള്ളത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കായിക യുവജന കാര്യാലയം ഡയറക്ടർ P. വിഷ്ണുരാജ് IAS ഉദ്ഘാടനം ചെയ്തു. കായിക യുവജന കാര്യാലയം ഡെപ്യൂട്ടി ഡയറക്ടർ P. അനീഷ് അധ്യക്ഷത വഹിച്ചു. ലെജൻഡ് ടോക്ക് വിത്ത് ഫ്യൂച്ചർ ലെജൻഡ് പരിപാടിയിൽ വിദ്യാർത്ഥികളിൽ കായിക രംഗത്തോടുള്ള ആകർഷണവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്റർനാഷണൽ ബാസ്കറ്റ്ബോൾ പ്ലെയർ യൂഡ്രിക് പെരേര കായിക താരങ്ങളുമായി സംവദിച്ചു. സ്കൂൾ പ്രഥമാധ്യാപിക PD ലില്ലി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുന്നംകുളം AEO A. മൊയ്തീൻ, സ്കൂൾ പ്രിൻസിപ്പാൾ PI റസിയ, VHSC വിഭാഗം പ്രിൻസിപ്പാൾ A. വിജയലക്ഷ്മി, PTA പ്രസിഡന്റ് P. വേണുഗോപാൽ, SMC ചെയർമാൻ റെന്നി C. വർഗീസ്, MPTA പ്രസിഡന്റ് PM ഷാലി, കായികാധ്യാപകൻ PM ശ്രീനേഷ് എന്നിവർ സംസാരിച്ചു. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനത്തിനോടനുബന്ധിച്ച് സമഗ്ര ശിക്ഷ കേരളത്തിന്റെ ആഭിമുഖ്യത്തിൽ BRC ചാവക്കാട് ഭിന്നശേഷി കുട്ടികളുടെ സംഗമം നടത്തി. ചേറ്റുവ നിധി കോട്ടേജിൽ സംഘടിപ്പിച്ച സംഗമം ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ NJ ബിനോയ് ഉദ്ഘാടനം ചെയ്തു. ശിവജി ഗുരുവായൂർ, മുതുവട്ടൂർ മഹല്ല് കമ്മിറ്റി ഖാസിം സുലൈമാൻ അസ്ഹരി, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VB സിന്ധു, കലാഭവൻ ബാദുഷ, ഗായിക ഷൈഖ അബ്ദുള്ള, ചേറ്റുവ നിധി കോട്ടേജ് ഡയറക്ടർ ഷൈൻ ഷാജി, ലയൺസ് ക്ലബ്ബ് ഗുരുവായൂർ ടെമ്പിൾ സിറ്റി പ്രസിഡന്റ് NS ജെയ്സൺ അളൂക്കാരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ സംസ്ഥാന തലത്തിൽ നടത്തിയ ഇൻക്ലൂസീവ് കായികോത്സവത്തിലും കലോത്സവത്തിലും വിജയികളായ കുട്ടികളെ ആദരിച്ചു. ലയൺസ് ക്ലബ്ബ് ഗുരുവായൂർ ടെമ്പിൾ സിറ്റി, കനറ ബാങ്ക് ഗുരുവായൂരും ചേർന്ന് വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു. കുട്ടികളുടെ കലാപരിപാടികളുമുണ്ടായി. BRC ജീവനക്കാരായ MT സംഗീത, ബിന്ദു സുനിൽ, സിംന തുടങ്ങിയവർ നേതൃത്വം നൽകി. കോലഞ്ചേരി കാൽവറി പ്രയർ ഫെലോഷിപ്പിന്റെ സുവിശേഷ യോഗം ഡിസംബർ 7 ഞായറാഴ്ച നടക്കും. ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ വൈകിട്ട് 5 മണി വരെ കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിലാണ് യോഗം. ഡോക്ടർ ജോജി K. നയനാൻ സുവിശേഷ സന്ദേശം നൽകും. ഇനി മുതൽ മാസത്തിലെല്ലാ 1 ഞായറാഴ്ചയും വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെയാണ് ഏകദിന സുവിശേഷ യോഗം നടക്കുകയെന്നും വാഹന സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും കാൽവറി പ്രയർ ഫെലോഷിപ്പ് ഭാരവാഹികൾ അറിയിച്ചു. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് ചരിത്രത്തിൽ ഡോക്ടറേറ്റ് നേടി TP റിൻസി. തൃശൂരിലെ വ്യാപാര നഗരവൽക്കരണ പ്രക്രിയകൾ 1790 മുതൽ എന്ന വിഷയത്തിലാണ് ഡോക്ടറേറ്റ് നേടിയത്. വേലൂർ RMLP സ്കൂൾ പ്രധാനാധ്യാപകൻ ചൂണ്ടൽ സ്വദേശി CJ ജിജുവിന്റെ ഭാര്യയും കൈപ്പറമ്പ് ആറമ്പിള്ളി തെക്കേക്കര TT പോറിഞ്ചു റോസ്ലി ദമ്പതികളുടെ മകളുമാണ് റിൻസി. കുട്ടനെല്ലൂർ C. അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിലെ ചരിത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറുമാണ്. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ലോക വന്യജീവി സംരക്ഷണ ദിനം ആചരിച്ചു. വന്യജീവികൾ പ്രകൃതിയുടെ അവിഭാജ്യ ഘടകങ്ങളാണെന്നും അവയുടെ സംരക്ഷണം മനുഷ്യന്റെ കടമയാണെന്നും വിദ്യാർത്ഥികൾ മനസ്സിലാക്കണമെന്ന് പ്രിൻസിപ്പാൾ ഷേബ ജോർജ് പറഞ്ഞു. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വന്യജീവികളെ കണ്ടെത്തി അവയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്ന സ്കിറ്റ്, പ്രസംഗം എന്നിവ 3ാം ക്ലാസ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, വൈസ് പ്രിൻസിപ്പാൾ C. രാധാമണി, അധ്യാപകരായ PN പ്രീതി, വിനി വിൽസൺ, VT C. ചീരൻ, C. ലതിക എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ബെൽജിയം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തലക്കോട്ടുകര സ്വദേശിനി അനുപമ കുറ്റിക്കാട്ട് ഡോക്ടറേറ്റ് നേടി. തലക്കോട്ടുകര സേവി ഉഷ ടീച്ചർ ദമ്പതികളുടെ മകളാണ്. കാലാവസ്ഥാ നിരീക്ഷണം എന്ന വിഷയത്തിലാണ് ഡോക്ടറേറ്റ് സ്വന്തമാക്കിയത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 11,910 രൂപ, പവന് 95,280 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 187 രൂപ. ചരമം പെരുമ്പടപ്പ് പാലപ്പെട്ടി പരേതനായ തെക്കയിൽ ജനാർദ്ദനൻ ഭാര്യ വസുമതി അമ്മ നിര്യാതയായി. 76 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. മധുസൂദനൻ, ശക്തിധരൻ, അയ്യപ്പൻ, അനൂപ്, ശൈലജ, ബിന്ദുമോൾ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
തദ്ദേശ തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് ഇനി 6 നാൾ. കുന്നംകുളത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ സെറ്റിംഗ് നടന്നു. സ്ഥാനാർത്ഥികൾ അവരുടെ പേരുകൾ, ചിഹ്നങ്ങൾ തുടങ്ങിയവ സജ്ജീകരിച്ചു. വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്നത് ടൗൺ ഹാളിലെ സ്ട്രോങ് റൂമിൽ പോലീസ് കാവലിട്ടു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തിളക്കമാർന്ന വിജയം നേടുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. സാമ്പത്തിക ഞെരുക്കമുണ്ടായിട്ട് പോലും മുമ്പെങ്ങുമില്ലാത്ത വിധം തദ്ദേശ സ്ഥാപനങ്ങളിലും സർക്കാർ തലത്തിലും വലിയ വികസനം കൊണ്ടുവരാൻ ഇടതുപക്ഷത്തിനായിട്ടുണ്ടെന്ന് മന്ത്രി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്തിന്റെ 15 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെ നിർമ്മാണത്തിൽ അപാകതയും അഴിമതിയുമുള്ളതായി കോൺഗ്രസ്. ടോയ്ലറ്റിന്റെ സീലിംഗ് അടർന്നു വീണതാണെന്നും അപാകത മറച്ചുവെക്കുവാൻ വിദ്യാർത്ഥികളെ പ്രതികളാക്കുവാനുള്ള ശ്രമം നടത്തുന്നതായും കോൺഗ്രസ് നേതൃത്വം. കുന്നംകുളം കീഴൂർ പൂരത്തിനിടെ സംഘർഷം, പോലീസ് ലാത്തിവീശി. 2 വിഭാഗം കമ്മിറ്റികളാണ് ഏറ്റുമുട്ടിയത്. ആനകളെ എഴുന്നള്ളിപ്പിൽ അണിനിരത്തുന്നതുമായി ബന്ധപ്പെട്ടതാണ് തർക്കമുണ്ടായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.